ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ദൈവം എന്താ പറഞ്ഞേ? എനിക്കൊരു അനിയനോ അനിയത്തി ജനിക്കാൻ പോടുന്നോ? മോളെ, എന്റെ അമ്മ, ഇതിൽ പരം വലിയൊരു സന്തോഷം എനിക്കുണ്ടാവോ? എന്നെ തളർത്തി കളഞ്ഞില്ലേ ജയരാമേട്ട. ജയരാമേട്ടന്റെ കുഞ്ഞിന്റെ അമ്മയാണ് ഞാനെന്ന് ഉറക്കെ വിളിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എന്നെ തള്ളിവിട്ടില്ലേ. ഒന്നും മുഴുമിപ്പിക്കാതെ, ഒരു സന്തോഷങ്ങളും പങ്കുവയ്ക്കാൻ നിൽക്കാതെ എന്തിനാ ജയരാമേട്ട എന്നെ വിട്ടിട്ട് പോയത്? ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണർത്തി എന്നെ ചതിക്കായിരുന്നില്ല ജയരാമേട്ട. എന്നെക്കാളും ഞാൻ സ്നേഹിച്ചു പോയതുകൊണ്ടാണോ എന്നെ ഇങ്ങനെ ചതിച്ചത്? പറയ, എന്തിനാ എന്നെ ചതിച്ചത്? പറയ, എന്റെ ചോദ്യത്തിനുള്ള മറുപടി താ. എന്തിനാ എന്നെ ഇങ്ങനെ ചതിച്ചതെന്ന് പറയ. നിങ്ങള് പറയ ജയരാമേട്ട, പറയാൻ എന്നെന്തിനെങ്ങനെ ചതിച്ചത്? ഒന്നുമില്ലാത്ത ആള് ഇങ്ങനെ ഇരുന്ന് കരയുന്ന എന്തിനാ? അത് പിന്നെ ഞാനൊന്ന് കരഞ്ഞു പോയതാ. അതെന്തിനാണെന്ന് ഞാൻ ചോദിച്ചേ. അത് നിന്നെ ഓർത്ത. ഒരു കാരണമില്ലാതെ നിന്നെ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടതല്ലേ. അത് കഴിഞ്ഞ് തിരികെ എത്തിയപ്പോഴുള്ള ഈ സ്വീകരണമൊക്കെ കണ്ടപ്പോ സന്തോഷം കൊണ്ട് ഞാൻ അറിയാതെ. അമ്മേ, അല്ല, അതൊക്കെ കൊണ്ട് അമ്മ അച്ഛന്റെ ഫോട്ടോ നോക്കി കരയും വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്ന എന്തിനാ? അത് പിന്നെ ഞാൻ ജയരാമേട്ടനോട് ആ സന്തോഷം പങ്കുവച്ചതാ. സന്തോഷം പങ്കുവെക്കുന്നതിന് ചതിച്ചെന്നൊക്കെ പറയുന്ന എന്തിനാ? ചതിച്ചെന്നൊക്കെ ഞാൻ പറഞ്ഞോ? ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ല. അത് മോള് കേട്ടതിന്റെ കുഴപ്പം. അല്ല, അമ്മ എന്നോട് പല കള്ളത്തരങ്ങളും പറയുന്നു. അമ്മയ്ക്ക് കള്ളത്തരങ്ങളൊന്നും പറയാൻ അറിയില്ല. പറഞ്ഞാലേ അത് മുഖത്ത് കാണാം. ഞാൻ കള്ളൊന്നും പറഞ്ഞില്ല മോളെ. എനിക്കറിയില്ല എന്റെ അമ്മേ. അമ്മ സത്യം പറ. ഞാൻ സത്യമാ പറഞ്ഞ. എനിക്കറിയാം. അമ്മയ്ക്ക് ഞാൻ അത്രേ ഉള്ളൂ. മോളെ മീനാക്ഷി. പക്ഷെ എനിക്കെന്റെ ദേവമ്മ എന്റെ ദേവിയാ. എന്റെ ദേവി. എന്നെ പ്രസവിച്ച എന്റെ മാതിരേക്കാൾ ഇഷ്ടം എനിക്കെന്റെ ദേവമ്മ. എന്നോടല്ലേ അമ്മ ഈ നുണകളൊക്കെ പറയുന്നേ? മോളെ മീനാക്ഷി, ദേവമ്മയ്ക്ക് ഞാനിപ്പോ അന്യ. അതെനിക്കറിയാം. മീനാക്ഷി, നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറയുന്ന സത്യമല്ലേ? ദൈവമ്മ എന്നെ അങ്ങനെ കണക്കാക്കിയിട്ടുള്ളൂ. ഇല്ലായിരുന്നെങ്കിൽ മനസ്സിലുള്ള കാര്യം ദൈവമ്മ എന്നോട് പറയുമായിരുന്നു. അത് മോളെ, ഇത് മാത്രം നീ എന്നോട് ചോദിക്കരുത്. ഞാനിപ്പത് പറയില്ല. എന്താ പറയാത്തെ?
ഞാൻ ദേവമ്മയുടെ സ്വന്തം മകളല്ലാത്തോണ്ടല്ലേ ദേവമ്മ എന്നോട് പറയാത്ത. വേണ്ട ദേവമ്മേ, എന്നോടത് പറയണ്ട. നമുക്ക് അന്യരായവരോട് നമ്മളൊന്നും പറയാൻ നിൽക്കരുത്. മോളെ, ഞാൻ നിന്നോട് ഇതിപ്പോ ഞാനത് നിന്നോട് എങ്ങനെ പറയും? ഞാൻ സ്വന്തം മോളാണെങ്കിൽ ആ മോളോട് പറയാൻ പറ്റാത്ത എന്ത് കാര്യം ദേവമ്മയ്ക്കുള്ളത്? അമ്മയ്ക്ക് ഞാനല്ലേ ഉള്ളൂ. എന്റെ അമ്മയ്ക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും അത് ഞാൻ അറിയണം. അതുകൊണ്ട് എന്നോട് പറയണം. അമ്മ പറ, ഏത് കാര്യമാണെങ്കിലും അതിനൊക്കെ പരിഹാരമില്ലേ? മോളെ, അമ്മയ്ക്കൊരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നമാണെങ്കിലും പറയമ്മേ, പറയേ. അത് നീ അമ്പലത്തിലേക്ക് പോയ സമയത്ത് ഹോസ്പിറ്റലിൽ വെച്ച് എനിക്കൊരു തലചുറ്റലുണ്ടായി. തലചുറ്റലോ? അതെ, ഞാൻ തലചുറ്റി വീണു. ആരൊക്കെയോ കൂടി എന്നെ എടുത്ത് ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയി. എന്നിട്ട് പറയമ്മേ. ഡോക്ടർ പരിശോധിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അമ്മേ? ക്യാൻസർ ആയിരുന്നെങ്കിലും ഞാൻ ഇത്രയേറെ പേടിക്കില്ലായിരുന്നു മോളെ. പിന്നെ കൺഗ്രാറ്റുലേഷൻസ്, നന്ദിനി ഒരു അമ്മയാകാൻ പോകുന്നു എന്ന്. മോളെ, അത് ഞാൻ പ്രഗ്നന്റാ. ദൈവമേ, എന്താ പറഞ്ഞേ? എനിക്കൊരു അനിയനോ അനിയത്തിയോ ജനിക്കാൻ പോടുന്നോ? മോളെ, എന്റെ അമ്മേ, ഇതിൽ പരം വലിയൊരു സന്തോഷം എനിക്കുണ്ടാവോ?